അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു. ബീഹാറിൽ ഇന്ത്യ മുന്നണി 8 നിലയിൽ പൊട്ടി. ഇപ്പോഴിതാ മറ്റൊരു സംസ്ഥാനത്തുകൂടെ തെരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ, വോട്ടെടുപ്പ് നടത്താതെ തന്നെ ഇന്ത്യ മുന്നണി ധിം എന്ന് പൊട്ടിയിരിക്കുകയാണ്. മറ്റെങ്ങുമല്ല, ജാർഖണ്ഡിലാണ് ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ഞാൻ ചർച്ചയ്ക്കിടെ ഇക്കാര്യം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അധികം വൈകാതെ തന്നെ ജാർഖണ്ഡിൽ ഭരണമാറ്റം ഉണ്ടാകും. മുന്നണി, ഇപ്പോൾ ഭരിക്കുന്ന ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകും എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അവിടെ നടക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ച, ഹേമന്ത് സോറൻ നയിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ നെടും തൂൺ. ആ ജാർഖണ്ഡ് മുക്തി മോർച്ച ആണ് മുന്നണി വിട്ട് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അതിനു വേണ്ടുന്ന ചർച്ചകൾ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഏറെ ദിവസങ്ങളായി ഡൽഹിയിൽ ചെലവഴിക്കുകയാണ്. അവർ BJP നേതാക്കളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ് എന്നാണ് മാധ്യമലോകം ഉറ്റുനോക്കുന്നത്. ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് തന്നെ, പ്രചാരണം നടന്നിരുന്ന കാലത്ത് തന്നെ, അവിടെ സ്ഥാനാർത്ഥി നിർണയം ഇന്ത്യ മുന്നണിയുടെ നടന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താമസം വിന, ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് സംഭവിച്ചേക്കും. വോട്ടെടുപ്പ് ദിവസത്തിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ജാർഖണ്ഡിലും പിളരാൻ സാധ്യതയുണ്ട്. ഹേമന്ത് സോറനും JMM-ഉം ജാർഖണ്ഡ് മുക്തി മോർച്ചയും NDA-യിലേക്ക് എത്തും. അവിടെ ഒരു ഓപ്പറേഷൻ കമൽ, ഓപ്പറേഷൻ ലോട്ടസ് അവിടെ JMM-ൽ നടക്കും, ജാർഖണ്ഡിൽ നടക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്കുള്ള കക്ഷി നില വളരെ രസകരമാണ്. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് 31 സീറ്റുകളുള്ള JMM ആണ്. ഹേമന്ത് സോറൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് 4 സീറ്റുണ്ട്. പിന്നെ ചെറിയ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 70 സീറ്റോ മറ്റോ ആണ് അവിടെ ആകെ ഉള്ളത് എന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായ സംഖ്യ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ കേവല ഭൂരിപക്ഷം ഇവർ JMM-ഉം കോൺഗ്രസും പിന്നെ ഇടത് കക്ഷികളൊക്കെ കൂടെ ചേർന്നാൽ തന്നെ കേവല ഭൂരിപക്ഷമാകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഇന്ത്യ മുന്നണി ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ഹേമന്ത് സോറൻ്റെ പച്ചയിൽ, അതേ ഹേമന്ത് സോറൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞ തവണ ബീഹാറിൽ ഏതാണ്ട് 6 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഓർക്കണം, ജാർഖണ്ഡിൽ കോൺഗ്രസിന് 4 സീറ്റുകളേ ഉള്ളൂ. എന്നിട്ടും കോൺഗ്രസിന് മന്ത്രി പദവി കൊടുത്തു. കോൺഗ്രസിനെ അർഹിക്കുന്ന എല്ലാ ഗൗരവത്തോടും കൂടി, എല്ലാ ആദരവോടും കൂടി JMM ഒപ്പം കൂട്ടി. അവിടെ ഇന്ത്യ മുന്നണിയെ ഏറ്റവും ശക്തമാക്കി NDA-ക്കെതിരെ, BJP-ക്കെതിരെ നിലനിർത്തിയത് JMM ആണ്, ഹേമന്ത് സോറനാണ്. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് പാലം വലിച്ചു. ഹേമന്ത് സോറൻ അവിടെ മുമ്പ് ഏതാണ്ട് 6ഓളം സീറ്റുകളിൽ അവർ മത്സരിക്കാൻ ചോദിച്ചു. അത് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. RJD പറഞ്ഞത്, RJDക്ക് JMM-ഉമായിട്ട് ബന്ധമൊന്നുമില്ല, ഈ ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളാണ്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം. JMM-ന് ആദിവാസി ഗോത്ര മേഖലകളിൽ വലിയ സ്വാധീനമുണ്ട്. നമുക്കറിയാം, ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഒക്കെ ആദിവാസി വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ്. അതുപോലെ ബീഹാറിലെ ആദിവാസി മേഖലകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് JMM. അവർക്ക് ആദിവാസികളെ സംഘടിപ്പിക്കാനും അവരെ ഒപ്പം നിർത്താനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് RJD ആവശ്യപ്പെട്ടു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾ കഴിഞ്ഞ തവണ 1071 സീറ്റിൽ മത്സരിച്ചിട്ട് ആകെ 19 സീറ്റിലാണ് ജയിച്ചത്. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സീറ്റുകളിൽ നിന്ന് JMM-ന് സീറ്റുകൾ വിട്ടുകൊടുക്കണം. അവർ മത്സരിക്കട്ടെ, ജയിച്ചു വന്നാൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. ഇത് കോൺഗ്രസിന് സമ്മതമായിരുന്നില്ല. അവർ JMM-ന് സീറ്റുകൾ കൊടുക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, RJD-യോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ സീറ്റുകൾ വീതം വയ്ക്കൂ, പങ്കുവയ്ക്കൂ എന്ന്.
അത് RJDക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? JMM സീറ്റുകളൊന്നും കിട്ടാതെ നാണം കെട്ട് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഒറ്റയ്ക്ക് JMM മത്സരിക്കുമെന്ന് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ചും രാജസ്ഥാനിൽ നിന്നുള്ള അശോക് ഗെഹ്ലോട്ട് ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചു. അവരെ എന്തൊക്കെയോ പറഞ്ഞു സമ്മർദ്ദത്തിലാഴ്ത്തി അവരെ പിന്തിരിപ്പിച്ചു. അന്ന് തൊട്ട് ഹേമന്ത് സോറനും JMM ഉറപ്പിച്ചതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പാഠം കോൺഗ്രസിനെ പഠിപ്പിക്കും എന്ന് അന്ന് തന്നെ JMM ഹേമന്ത് സോറനും തീരുമാനിച്ചതാണ്. ഇത് നിരവധി തവണ മാധ്യമങ്ങൾ, ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തു സംഭവിക്കും ഇന്ത്യ മുന്നണിക്ക്? ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഞാനിത് വിശകലനം ചെയ്തിട്ട് പറഞ്ഞതാണ്, ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിളരും, JMM പുറത്തേക്ക് പോകും, ഭാവിയിൽ JMM ഇല്ലാത്ത ഇന്ത്യ മുന്നണി ആയിരിക്കും, ഹേമന്ത് സോറൻ ഇല്ലാത്ത ഇന്ത്യ മുന്നണി ആയിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ അക്ഷരം പ്രതി ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു. JMM നേരെ NDAയുടെ പാളയത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. NDAക്ക് BJPക്ക് അവിടെ 21 സീറ്റുകളുണ്ട്. 31 സീറ്റുകളുള്ള JMM-ഉം 21 സീറ്റുകളുള്ള BJPയും കൂടി ചേർന്നാൽ ജാർഖണ്ഡിൽ അതൊരു വലിയ ശക്തിയായി മാറും. BJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ സോറന് ബുദ്ധിമുട്ടുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു നേട്ടമായി NDAക്ക് മാറും എന്ന് തീർച്ചയാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ കല്ലുകടിയുണ്ട്. ഹേമന്ത് സോറൻ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ, അഴിമതി കേസിൽ ഒക്കെ പ്രതിയാണ്. അദ്ദേഹം ഒരുപാട് നാൾ ജയിലിൽ കിടന്നു. BJP EDയെ ഉപയോഗിച്ച് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുകയാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ആ ആരോപണത്തിന്റെ മുന നീണ്ടത് അമിത്ഷായിലേക്കാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹേമന്ത് സോറൻ BJPയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ അഴിമതി പ്രശ്നം വീണ്ടും ഉയർന്നു വരും. കള്ളപ്പണക്കേസിൽ ജയിലിൽ കിടന്നയാളാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് NDAക്കെതിരെ ഒരു ആക്ഷേപം ഉയരും. അതുകൊണ്ട് ഒരു പക്ഷേ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയില്ല. പകരം കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായിട്ട് വരികയും അവിടെ BJPയുടെ ഉപമുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു സാധ്യത ജാർഖണ്ഡിൽ ഉണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ കാര്യം ജാർഖണ്ഡിൽ തീരുമാനമായി. ഇനി കോൺഗ്രസ് ഈ ജാർഖണ്ഡ് ലക്ഷ്യമിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ബീഹാറിലും UPയിലുമൊക്കെ കോൺഗ്രസിന് എന്ത് സംഭവിച്ചോ, മധ്യപ്രദേശിൽ എന്ത് സംഭവിച്ചോ അതിനേക്കാൾ വലിയ ദോഷം ജാർഖണ്ഡിൽ കോൺഗ്രസിന് സംഭവിക്കുമെന്ന് തീർച്ചയാണ്. ഭരണമാറ്റം എന്നുണ്ടാകും, പുതിയ മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ എന്ന് അധികാരത്തിലേറും എന്ന് മാത്രമേ ഇനി വാർത്ത പുറത്തു വരാനുള്ളൂ.